പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പുരുഷന്മാരിലുണ്ടാകുന്ന ഉദ്ധാരണ പ്രശ്നങ്ങൾക്കുള്ള പരിഹാര മാർഗമായി ബദാം പരിപ്പ് എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്നും അത് പുരുഷന്മാരിലെ ഓവറാൾ സെക്ഷൽ ഹെൽത്ത് എങ്ങനെ ഇംപ്രൂവ് ചെയ്യുന്നു എന്നും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ധാരാളം ആൾക്കാർ പല സംശയങ്ങളുമായി അപ്പോൾ മുന്നോട്ട് വന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 സംശയങ്ങൾ: എത്ര ബദാം പരിപ്പ് ഒരു ദിവസം നമുക്ക് കഴിക്കാം, അത് എപ്പോൾ കഴിക്കണം, എങ്ങനെ കഴിക്കണം. അതുകൊണ്ട് ആ വിഷയമാണ് ഇന്ന് നമ്മളിവിടെ പ്രധാനമായിട്ടും ചർച്ചയ്ക്കെടുക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അത് കാണണം. പ്രത്യേകിച്ച് പുരുഷന്മാരുടെ അവരുടെ പൊതുവായ ആരോഗ്യ സംരക്ഷണത്തിനും അതുപോലെ തന്നെ അവരുടെ സെക്ഷൽ ഹെൽത്ത് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാമെന്നും ഉദ്ധാരണ പ്രശ്നം പോലെയുള്ള ലൈംഗിക പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നതിനെ പറ്റിയും വളരെ നല്ല രീതിയിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും കാണുക. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബദാം പരിപ്പിൻ്റെ മറ്റ് ചില കാര്യങ്ങളെ പറ്റിയാണ്. അതായത് ഒരു ദിവസം നമുക്ക് എത്ര എണ്ണം കഴിക്കാം, മാക്സിമം എത്ര എണ്ണം കഴിക്കാം, അല്ലെങ്കിൽ ആവറേജ് ആയിട്ടാണെങ്കിൽ നമ്മൾ ഒരു ദിവസം എത്ര എണ്ണം കഴിക്കണം, പിന്നെ അത് എപ്പോൾ കഴിക്കണം, എങ്ങനെ കഴിക്കണം തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയാണ്. ആദ്യമായിട്ട് തന്നെ നമുക്ക് ബദാം പരിപ്പിൻ്റെ നമ്പറിനെ പറ്റി ഒന്ന് പരിശോധിക്കാം. ഒരു ദിവസം എത്ര ബദാം പരിപ്പാണ് ഒരാൾക്ക്, ഒരു പുരുഷന് ആവശ്യമായിട്ടുള്ളത്, അല്ലെ കഴിക്കാൻ പറ്റുന്നത്? അതിനെപ്പറ്റി പോഷക വിദഗ്ധർക്ക് പലർക്കും പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എങ്കിലും സാധാരണ അവർ പറയുന്നത് ഒരു 10 എണ്ണം വരെ നമുക്ക് സാധാരണ കഴിക്കാം എന്നുള്ളതാണ്. പോഷക വിദഗ്ധർ പറയുന്നത് എണ്ണം നിശ്ചയിക്കുന്നത് അയാളുടെ ദഹനശക്തിയെ ആശ്രയിച്ചാണ് എന്നാണ്. നല്ല ദഹനശക്തി ഉള്ളവർക്ക് അതിൽ കൂടുതൽ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ സാധാരണ അവർ പറയുന്നത് 10 എണ്ണം ആണ് ഒരു ദിവസം നമുക്ക് കഴിക്കാൻ പറയുന്നത്. അത് 4 or 5 എണ്ണത്തെ തുടങ്ങി നമുക്ക് 10 എണ്ണം ആക്കുക. 15 or 20 എണ്ണം വേണമെങ്കിലും നമുക്ക് കഴിക്കാം. മാക്സിമം ബദാം പരിപ്പ് ഒരു ദിവസം ഒരാൾക്ക് കഴിക്കാവുന്നത് അതിൻ്റെ നമ്പർ 23 ആണ്, അല്ലെങ്കിൽ 1 ounce ആണ്. ബദാം പരിപ്പ് കൂടുതൽ കഴിച്ചാൽ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവുമോ? അങ്ങനെയും പലരും ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അധികമായാൽ അമൃതും വിഷം തന്നെയാണ്. ഏത് നല്ല വൈറ്റമിൻസ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥമാണേലും നമ്മൾ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ അത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. ഇവിടെയും ബദാം പരിപ്പ് കൂടുതലായിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് അവർക്ക് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം, അവർക്ക് കോൺസ്റ്റിപ്പേഷൻ അല്ലെ മലബന്ധം ഉണ്ടാകാം. അതുപോലെ തന്നെ ഈ ബദാം പരിപ്പിനകത്ത് ധാരാളം കാലറി അടങ്ങിയിട്ടുണ്ട്, കുറച്ച് പ്രോട്ടീൻ ഉണ്ട്, അതുപോലെ തന്നെ കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട്. നല്ല കൊഴുപ്പാണേലും അതിൽ നിന്നും കാലറി നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ കാലറി നമ്മുടെ ശരീരത്തിൽ ചെല്ലുമ്പോൾ അവർക്ക് ഓവർ വെയിറ്റ് അല്ലെ അമിതവണ്ണം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എണ്ണത്തെപ്പറ്റി നമുക്കൊരു ധാരണയായി. ഇനിയും ബദാം പരിപ്പ് എപ്പോൾ കഴിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബദാം പരിപ്പ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. നമുക്ക് വേണമെങ്കിൽ രാവിലെ കഴിക്കാം, പ്രീ വർക്കൗട്ട് ആയിട്ട് നമുക്ക് കഴിക്കാം, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം കഴിക്കാം. വൈകിട്ട് കഴിക്കുവാണെങ്കിൽ അതിന് ചില പ്രത്യേക ഗുണങ്ങളുണ്ട്. വൈകിട്ട് കഴിക്കുവാണെങ്കിൽ നമുക്ക് നല്ല ഉറക്കം ലഭിക്കും എന്നാണ് പോഷക വിദഗ്ധർ പറയുന്നത്. കാരണം അതിനകത്ത് അടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യം, മെലാറ്റോണിൻ എന്ന ഹോർമോൺ, ഇവ രണ്ടും നമുക്ക് നല്ല ഉറക്കം വരാൻ തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കുന്നതാണ്. ബദാം പരിപ്പ് കഴിക്കേണ്ട സമയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതായത് ബദാം പരിപ്പ് രാവിലെ കഴിക്കുന്നതാണ് ഉത്തമം എന്നാണ് പോഷക വിദഗ്ധർ പറയുന്നത്. അതിന് ചില പ്രത്യേക പ്രയോജനങ്ങളുണ്ട്. രാവിലെ കഴിക്കുവാണെങ്കിൽ സ്റ്റൊമക്ക് എംറ്റി ആണ്. അപ്പോൾ ബദാമിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് ആഗിരണം ചെയ്യപ്പെടുന്നു, നന്നായി ആഗിരണം ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് നമ്മൾ രാവിലെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് പോഷക വിദഗ്ധർ പറയുന്നത്. എപ്പോൾ കഴിക്കണം എന്നതിനെ പറ്റിയും നമുക്കൊരു ഐഡിയ കിട്ടി. ഇനിയും പ്രധാനപ്പെട്ട കാര്യം ഇത് എങ്ങനെ കഴിക്കണം എന്നുള്ളതാണ്. ഈ ബദാം പരിപ്പ് നമുക്ക് പല രീതിയിൽ കഴിക്കാം. നമുക്ക് ആസച്ച് അത് റോ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കഴിക്കാം, അത് ബേക്ക്ഡ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. ഇനി ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്നത് നമ്മളത് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് കഴിഞ്ഞ് രാവിലെ അതിൻ്റെ തൊലി കളഞ്ഞ് കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അതിന് ചില പ്രത്യേക അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മൾ വൈകിട്ട് ഒരു 15 or 20 ബദാം പരിപ്പ് വെള്ളത്തിലിടുക. രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ അതിൻ്റെ തൊലി പീല് ചെയ്ത് കളയുക. വെള്ളത്തിലിട്ട് കുതിർന്നു കഴിയുമ്പോൾ അതിൻ്റെ തൊലി കളയാൻ നമുക്ക് വളരെ എളുപ്പമാണ്. പിന്നെ മറ്റു പ്രയോജനങ്ങളുമുണ്ട്. അതായത് ഈ ബദാമിലെ പോഷകങ്ങളുടെ അളവ് വളരെയധികം വർദ്ധിക്കുന്നു. അപ്പോൾ കൂടുതൽ പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിലെത്താൻ അത് വളരെയധികം സഹായിക്കും. പിന്നെ തൊലി കളയുന്നതോടെ തൊലിയിൽ അടങ്ങിയിരിക്കുന്ന ടാനിൻ, ഫൈറ്റിക് ആസിഡ് തുടങ്ങിയ
കോമ്പൗണ്ടുകൾ നമ്മൾ നീക്കം ചെയ്യപ്പെടുന്നു. ഈ 2 രാസപദാർത്ഥങ്ങളും ബദാമിലുള്ളപ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ചില പോഷകങ്ങൾ ശരീരത്തിലേക്ക് അബ്സോർവ് ചെയ്യുവാൻ വളരെ താമസിക്കുന്നു, അല്ലെ അതിൻ്റെ അബ്സോർപ്ഷൻ അല്ലെ ആഗിരണം കുറയുന്നു. അപ്പോൾ ബദാമിലടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യം, വൈറ്റമിൻ ഇ തുടങ്ങിയ പ്രധാനപ്പെട്ട പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് നല്ലപോലെ ആഗിരണം ചെയ്യണമെങ്കിൽ അത് നമ്മൾ വൈകിട്ട് വെള്ളത്തിലിട്ട് കുതിർന്ന് കഴിയുമ്പോൾ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് എന്നാണ് എല്ലാ പോഷക വിദഗ്ധരും പറയുന്നത്. അപ്പോൾ ബദാം പരിപ്പ് എങ്ങനെ കഴിക്കണം എന്നതിനെപ്പറ്റിയും നമുക്കൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞു. ബദാം പരിപ്പ് മറ്റു രീതിയിൽ നമുക്ക് കഴിക്കാം. അതായത് അത് ബേക്ക്ഡ് ചെയ്ത് കഴിക്കാം, സ്മൂത്തി ആയിട്ട് വേണമെങ്കിൽ കഴിക്കാം, ബദാമിൻ്റെ മിൽക്കായിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കാം, മറ്റു പല നട്ട്സിനോടൊപ്പം വേണമെങ്കിലും നമുക്കത് കഴിക്കാം, മറ്റു ഭക്ഷണത്തോടൊപ്പം വേണമെങ്കിലും നമുക്കത് കഴിക്കാം. അങ്ങനെ എപ്പോൾ വേണമെങ്കിലും നമുക്കത് കഴിക്കാം. പക്ഷേ ഏറ്റവും കൂടുതൽ പോഷകപരമായി നമുക്ക് പ്രയോജനം ചെയ്യുന്നത് അത് രാവിലെ തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ബദാം പരിപ്പിന് എങ്ങനെ ഉപയോഗിക്കണം, ഒരു ദിവസം എത്ര എണ്ണം കഴിക്കണം, അത് എപ്പോൾ കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്നതിനെപ്പറ്റിയൊക്കെ ഒരു ധാരണ നിങ്ങൾക്കുണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ പ്രയോജനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.